മാന്യരെ, സ്ഥലത്തെ പ്രധാന വായ്നോക്കിയും രാത്രി സഞ്ചാരിയുമായ ഇരട്ടപ്ലാക്കൽ അബൂബക്കർ എന്ന മൂങ്ങ ഔക്കർ ജീവിതത്തിന്റെ ഈ വൈകിയ വേളയിൽ വിവാഹിതരാവുകയാണ്. ഭാര്യയുടെ പേരെന്താ? എവിടുന്ന കണ്ടുകൂട്ടി? മനസ്സിലായി ഫ്രാങ്ക് ആണല്ലേ? എന്താ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ഞാൻ കണ്ടിട്ട് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നു, നല്ലൊരു മനുഷ്യനായിട്ട് തോന്നുന്നു. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? കുട്ടേട്ടനായിട്ട് ജനിച്ചാ മതിയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു ഐഡിയ പുള്ളി മോസ്റ്റ് കോപ്പി അടിക്കുക ചെയ്തതാണ്. അച്ചുവേ, അതുപോലെ നിനക്കും വേണ്ടാടാ. എന്നെ മാനസികമായിട്ട് തകർക്കാൻ ആർക്കും പറ്റില്ല. നിങ്ങളെവിടെ ആൾക്കാരെ മണ്ടന്മാരാക്കുകയാണ്. പൊട്ടണമെന്നല്ല, നിങ്ങളെ മണ്ടന്മാരാക്കുകയാണ്. ബിഗ് ബോസ് കയറാനുള്ള അടവാണ്. എനിക്കറിയാം ദാസന്റെ പ്രശ്നം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ആയിപ്പോകും. ഇതെന്റെ ഭാര്യ, ഇത് ഉണ്ണി, എന്റെ കുളിക്കാട്ടുകാരനാ, കളിക്കൂട്ടുകാരനാ. എങ്ങടാ പോകുന്നത്? ഓക്കെ ബൈ. അപ്പൊ ഊട്ടി വെച്ച് കാണാം. അപ്പൊ പിന്നെ ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പിന് പോണേ, വന്നിട്ട് കാണാം. എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച, എന്തൊരു പൊരുത്തം. നിങ്ങൾ AGP വിളിച്ചു ചോദിക്കും. നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കും? ഞാൻ AGPയുടെ ആരാണ്? ന്യൂസ് AGPയുടെ കല്യാണമാണ് ന്യൂസ്. അയാൾ എന്തോ കോമാത്രം കാണിച്ചു. അത് ഞാൻ അനുഭവിക്കേണ്ട അവസ്ഥ എന്നാണ്. മണ്ണും ചാരി എന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലായി. മറ്റുള്ളവരുടെ അധ്വാനത്തിനും കഷ്ടപ്പാടിനും ഒരു വിലയില്ല, ആരും കാണില്ല. ഇവിടെ കയ്യടി കിട്ടുന്നത് 3ാം ക്ലാസ് കോപ്പറാട്ടി കാണിക്കുന്ന കോമാളിക്ക. കേരളം നടുങ്ങിയിരിക്കാണ് പെരയുടെ കാണിച്ച വട്ടത്തക്കാണ് ഞാൻ അനുഭവിക്കുന്നത്. കേട്ടേക്കറാണോ? അനന്ത ഫ്രണ്ട്. உங்களுக்கு വയസ്സായി പോച്ചാ? ഏറിയ 45-50. സത്യത്തിൽ നിങ്ങളെ കല്യാണം കഴിഞ്ഞു? ഇല്ല, സത്യത്തിൽ കല്യാണം കഴിഞ്ഞില്ല. അത് ഫേക്ക്. ഇയാളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും അവൻ രക്ഷപ്പെടാൻ പോണില്ല. ഞങ്ങൾ ആക്ച്വലി ഒരു ഫോട്ടോഷൂട്ട്. എന്തുകൊണ്ടാണ് എനിക്ക് പെണ്ണ് കിട്ടാത്തെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചല്ല. അപ്പൊ താനല്ലേ സംഭവം ഇങ്ങനത്തെ എങ്ങനെ വൃത്തികെട്ട മാർഗത്തിലൂടെയാണോ ആളുകളെ തോപ്പിക്കുന്നത്? മാർഗം എനിക്ക് പ്രശ്നമല്ല, ലക്ഷ്യമാണ് എന്റെ ഉന്നം. എന്താണ് എന്റെ ലക്ഷ്യം? എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? നന്മ കാർഡ്, ഒളിക്കൽ കാർഡ്, പ്രിപ്പയർഡ് കാർഡ്, വിക്ടിം കാർഡ്. ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നേ? ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ? ഉടൻ വരുന്നു നമ്മുടെ ഏഷ്യാനെറ്റിലും 24/7 ജിയോ ഹോട്ട്സ്റ്റാറിലും. ഏതായാലും സത്യം മുമ്പ് ലഡു വിതരണം നടത്തിയത് നന്നായി, അല്ലെങ്കിൽ ലഡു വേസ്റ്റായാലും.